വിഭൂതി ബുധനിൽ നാം ആരംഭിച്ച് 40 നോമ്പ് പൂർത്തീകരിച്ച് ഈ വർഷത്തെ പെസഹ ത്രിദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3 ദിവസങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരൊറ്റ ആരാധനാക്രമ ആഘോഷമാണ് പെസഹ ത്രിദിനം. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഈ ആഘോഷം ഉയിർപ്പ് ഞായർ വൈകുന്നേരം അവസാനിക്കുന്നു. ഇത് ഒരൊറ്റ ആഘോഷമാണെന്ന് ഈ ദിനത്തിലെ ആരാധനാക്രമത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പെസഹ വ്യാഴം സാഘോഷം ആരംഭിക്കുന്ന ദിവ്യബലിയിൽ സമാപനാശീർവാദമില്ല. ദുഃഖവെള്ളിയാഴ്ച പ്രാരംഭ കർമ്മവുമില്ല. പെസഹ ജാഗരം ആരംഭിക്കുന്നതോ ദേവാലയത്തിന് പുറത്തും. പെസഹ വ്യാഴാഴ്ച സാഘോഷം ആരംഭിച്ച കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സമാപിക്കുന്നത് ഉയിർപ്പ് ഞായറിലെ സാഘോഷമായ സമാപനാശീർവാദത്തിലാണ്. ഈ ദിനങ്ങളിൽ നാം യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമടങ്ങുന്ന പെസഹ രഹസ്യം അതിൻ്റെ തീവ്രതയിൽ തന്നെ ആഘോഷിക്കുന്നു. ഓരോ വർഷവും അതിൻ്റെ തീവ്രതയേറിയ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും കടമ തന്നെയാണ്. പെസഹ ത്രിദിനത്തിലെ ആദ്യ ദിനമായ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ അന്ത്യ അത്താഴമാണ് നാം ആഘോഷിക്കുന്നത്. മത്തായി 26:17 മുതൽ 75 വരെയും മർക്കോസ് 14 അധ്യായം 12 മുതൽ 72 വരെയും ലൂക്ക 22 അധ്യായം 7 മുതൽ 65 വരെയും യോഹന്നാൻ 13 അധ്യായം 1 മുതൽ 18 അധ്യായം 27 വാക്യം വരെയും ഉള്ള സംഭവങ്ങളാണ് പെസഹ വ്യാഴാഴ്ച മുഴുവനായി നാം അനുസ്മരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ 3 രഹസ്യങ്ങളുടെ ആചരണങ്ങൾക്കാണ് ഇന്ന് മുൻതൂക്കം. ദിവ്യകാരുണ്യ സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപനം, പരസ്നേഹ മാതൃകയായ പാദം കഴുകൽ ശുശ്രൂഷയുടെ അനുസ്മരണം. ദിവ്യകാരുണ്യ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന വചനങ്ങൾ മത്തായി 26 മുതൽ 28 വരെയും മർക്കോസ് 14:22 മുതൽ 24 വരെയും ലൂക്ക 22:17 മുതൽ 20 വരെയും 1 കൊരിന്തോസ് 11:23 മുതൽ 25 വരെയുമാണ്. സമാന്തര സുവിശേഷങ്ങളോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ യേശു പെസഹ ഭോജനത്തിന് നൽകിയ പുതിയ അർത്ഥമാണ് ദിവ്യകാരുണ്യം. ഭോജന പദാർത്ഥങ്ങൾക്ക് യേശു തൻ്റെ ജീവൻ കൊണ്ട് അർത്ഥം നൽകുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് യേശു തൻ്റെ ജീവൻ കൊണ്ട് അർത്ഥം നൽകിയ മാതൃകയിൽ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് വില നൽകുവാൻ ഓരോ കത്തോലിക്കനും വിളിക്കപ്പെട്ടിരിക്കുന്നു. യോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും ആത്മാർത്ഥമായ ആദരവും ആരാധനയും വഴിയാണ് ഒരു കത്തോലിക്കൻ യേശു സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തിന് വില നൽകുന്നത്. യേശു പെസഹ വ്യാഴാഴ്ച തൻ്റെ വചനം കൊണ്ട് സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തെ ദുഃഖവെള്ളിയാഴ്ച തൻ്റെ ജീവൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതുപോലെ നാം ആരാധനാക്രമത്തിൽ ആചരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് നമ്മുടെ ജീവൻ കൊണ്ട് അർത്ഥം നൽകുവാനുള്ള ഒരു കടമയും നമുക്കുണ്ട്. പൗരോഹിത്യ കൂദാശ സ്ഥാപനത്തിൻ്റെ തിരുവചനാടിസ്ഥാനം ലൂക്ക 22:19 ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പൗരോഹിത്യം ദൈവത്തിൻ്റെ ഓർമ്മയാണ്. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓർമ്മ, പുത്രനായ ദൈവത്തിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ ഓർമ്മ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ എപ്പിക്ലേസിസിൻ്റെ ഓർമ്മ. ശുശ്രൂഷ പൗരോഹിത്യം
അത് സ്വീകരിച്ചവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. മൺപാത്രത്തിലെ നിധിയാണ് പൗരോഹിത്യമെന്നും ക്രിസ്തുവിന് ഈ ലോകത്തോടുള്ള സ്നേഹമാണ് പൗരോഹിത്യമെന്നും ഉള്ള ഓർമ്മപ്പെടുത്തൽ. പെസഹ വ്യാഴത്തിൽ അനുസ്മരിക്കുന്ന മൂന്നാമത്തെ രഹസ്യം പരസ്നേഹ പ്രവൃത്തിയുടെ പ്രതീകാത്മകമായ പാദം കഴുകൽ ശുശ്രൂഷയാണ്. ഇതിൻ്റെ തിരുവചന അടിസ്ഥാനം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. സ്നേഹം ഒരു അവരോഹണമാണ് എന്ന തത്വം ഈ പ്രതീകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. അത്താഴത്തിനിടയിൽ എഴുന്നേൽക്കുന്നത്, മേലങ്കി മാറ്റുന്നത്, കച്ച അരയിൽ ചുറ്റുന്നത്, മറ്റുള്ളവരുടെ പാദം കഴുകുന്നത്, അത് കച്ച കൊണ്ട് തന്നെ തുടയ്ക്കുന്നത്, ഇവയെല്ലാം ഒരാൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിനേക്കാൾ താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് സ്നേഹത്താൽ പ്രേരിതനായി ഇറങ്ങിച്ചെല്ലുന്നതാണ്. യേശുവിൻ്റെ പാദം കഴുകൽ ശുശ്രൂഷ അവിടുത്തെ മനുഷ്യാവതാരത്തെ പ്രതീകാത്മകമായി വിവരിക്കുന്നു എന്ന് ദൈവശാസ്ത്രജ്ഞർ വ്യാഖ്യാനിക്കുമ്പോൾ, പരസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അല്ലെങ്കിൽ വചനം മാംസമായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് പൗലോസ് നൽകുന്ന താത്വികമായ വിശകലനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ക്രിസ്തുഗീതം. ഇന്നത്തെ തിരുവത്താഴ ദിവ്യബലിയിലും തുടർന്നുള്ള ദിവ്യകാരുണ്യ ജാഗരണത്തിലും ക്രിസ്തുവിൻ്റെ അവസാന മണിക്കൂറുകളുടെ ഓർമ്മകൾ നമ്മെ വിശുദ്ധീകരിക്കട്ടെ. ആ ഓർമ്മകളിൽ നിന്ന് ചുരുളഴിയുന്ന ഈ 3 ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ അവിടുത്തോടുള്ള സ്നേഹത്തിൽ നമ്മെ ആഴപ്പെടുത്തട്ടെ. അങ്ങനെ അവൻ്റെ ഓർമ്മയിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന നല്ല ക്രിസ്തു ശിഷ്യരായി അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. എല്ലാവർക്കും അർത്ഥവത്തായ ഒരു പെസഹ ത്രിദിനം നേരുന്നു.